എം ജി ശ്രീകുമാർ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഈ വേടൻ പാടിയ പാട്ടെടുത്ത് വെച്ച് ഇതിനേക്കാളും നല്ല ബെറ്ററായിട്ട് പാടാൻ പുള്ളിയെക്കൊണ്ട് സാധിക്കും. അതേസമയം ഈ എം ജി ശ്രീകുമാർ പാടിയ പാട്ടിൽ മെലഡി പാട്ടുകളുണ്ട്, കച്ചേരികളുണ്ട്, ഒരു ഭക്തിഗാനങ്ങളുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു പാട്ടെടുത്തിട്ട് മര്യാദയ്ക്കൊന്ന് പാടാൻ ഈ വേടനെ കൊണ്ട് സാധിക്കുമോ? ഇതൊക്കെ ഒരു 1.5 വർഷം ഈ ബഹളം തീർന്നു കഴിയുമ്പോൾ ഇയാളെ ഒന്നും ആരും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. ഈ വിപ്ലവ ഗാനങ്ങളും ഈ ജാതിപരമായിട്ടുള്ള ഈ വരികളുമൊക്കെ എത്ര നാൾ കേട്ടുകൊണ്ടിരിക്കാനായിട്ടാണ്? വേടൻ്റേതായിട്ടുള്ള രീതിയിൽ റാപ്പോ റൂപ്പോ ഒക്കെ ചെയ്തിട്ട് ആ വഴി പൊക്കോട്ടെ, നോ പ്രോബ്ലം. പക്ഷേ എം ജി ശ്രീകുമാർ ഒന്നുമല്ലെന്നുള്ള രീതിയിലൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോന്നടേ ഇത്? അവരെന്നൊക്കെ പറഞ്ഞാൽ ലെജൻസാണ്. അതായത് എല്ലാ തലമുറയിലും പെട്ടതും അല്ലെ എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ പാട്ടുകളും അവർ പാടിയിട്ടുണ്ട്. ഒരു അക്ഷയ പാത്രം പോലെ അതിനകത്ത് എല്ലാ സംഭവവും ഉണ്ട്. ഈ വേടനെ സംബന്ധിച്ച് അവരൊരു നിശ്ചിത രീതിയിലുള്ള ആളുകളെ മാത്രമേ സൂചിക്കുന്നുള്ളൂ. അവർക്കും കുറച്ച് കഴിയുമ്പോൾ മടുക്കും. വേടൻ ഫാൻസുകാർക്ക് തെറി വിളിക്കാനും അശ്ലീലം പറയാനും വേണ്ടിയിട്ട് ഞാനൊരു അവസരം കൂടെ തരാം. അതായത് ഈ വേടൻ ഫാൻസുകാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേടനെ വിമർശിക്കുന്നവരെ തെറി വിളിക്കുക, അശ്ലീല വർത്താനം പറയുക എന്നുള്ളതാണല്ലോ. അതായത് അവർ വളർന്നു വന്ന ചുറ്റുപാടിൻ്റെയാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, വീട്ടിൽ പഠിപ്പിച്ചതും അവർ കേട്ട് വളർന്നതൊക്കെ അല്ലേ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് എഴുതി വെച്ചോ. ഈ വേടൻ്റെ പാട്ടുണ്ടല്ലോ, ഇപ്പോൾ ഭയങ്കരമായിട്ട് കത്തിക്കയറി നിൽക്കുന്നുണ്ടല്ലോ. കൂടി വന്ന 1 വർഷം 1.5 വർഷം ഇതിനകം വേടൻ്റെ പാട്ടും കാണത്തില്ല, വേടനും കാണത്തില്ല. ഇപ്പം എന്താ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വേറെ പാർട്ടിയുണ്ട്, മലബാർ എന്നൊക്കെ പറയുന്ന ഒരു പാർട്ടിയുണ്ട്. അതിന് പുള്ളിയുടെ പേരെന്തായിരുന്നു? ഡപ്സി ഉണ്ട്. പിന്നെ വേറെ ആരണ്ടൊക്കെ ഉണ്ടല്ലോ. അവരെ ഒന്നും ഇപ്പം ഒച്ചമകളൊന്നും കേൾക്കാറില്ലല്ലോ. അതുപോലെ തന്നെ വേടൻ്റെ പാട്ടും നിന്നു പോകും. കാരണമുണ്ട്. കാരണം ഇതാണ്, ഈ വേടൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര വിപ്ലവം അല്ലെങ്കിൽ ജാതി തലയ്ക്ക് പിടിച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള വാക്കുകളും പിന്നെ ഒരേ ടൈപ്പ് മ്യൂസിക്കും. ഇതൊക്കെ മനുഷ്യൻ എത്ര നാൾ കേട്ടിരിക്കുമെന്ന് ഓർത്തണ്ട. നിങ്ങൾ എം ജി ശ്രീകുമാറിനെ കുറ്റം പറയാറുണ്ട്. എം ജി ശ്രീകുമാർ ഏത് തരത്തിലൊക്കെ പാട്ടുകൾ പാടാറുണ്ട്. നല്ല മെലഡി പാട്ടുകൾ പാടാറുണ്ട്, അടിപൊളി പാട്ടുകൾ വേണമെങ്കിൽ അങ്ങനെ പാടാറുണ്ട്. അറബിക് കുത്ത് വേണോ അതും പാടാം. പിന്നെ ഇവർ പറയുന്ന പോലെ മറ്റുള്ളവരുടെ വരികളും മ്യൂസിക്കിനനുസരിച്ച് പാടുന്നൊരു ഗായകൻ മാത്രമാണെന്ന് ഇവന്മാർ പറയുന്നത്. ഇവന്മാർക്ക് വിവരമില്ലാതെ ഇപ്പം നമ്മൾ തന്നെ ചെയ്യാനായിട്ടാ. എം ജി ശ്രീകുമാർ തന്നെത്താൻ എഴുതുകയും മ്യൂസിക് ചെയ്തതുമായിട്ടുള്ള ഇഷ്ടംപോലെ ഗാനങ്ങൾ ഇവിടെയുണ്ട്. ഗൂഗിളിൽ കയറി അടിച്ചു കൊടുത്താൽ സംഭവം കിട്ടും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എം ജി ശ്രീകുമാറുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇവനൊക്കെ തലയ്ക്കകത്ത് എന്ത് ബുദ്ധി ഇരുന്നിട്ടാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. എം ജി ശ്രീകുമാർ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഈ വേടൻ പാടിയ പാട്ടെടുത്ത് വെച്ച് ഇതിനേക്കാളും നല്ല ബെറ്ററായിട്ട് പാടാൻ പുള്ളിയെക്കൊണ്ട് സാധിക്കും. അതേസമയം ഈ എം ജി ശ്രീകുമാർ പാടിയ പാട്ടിൽ മെലഡി പാട്ടുകളുണ്ട്, കച്ചേരികളുണ്ട്, ഒരു ഭക്തിഗാനങ്ങളുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു പാട്ടെടുത്തിട്ട് മര്യാദയ്ക്കൊന്ന് പാടാൻ ഈ വേടനെ കൊണ്ട് സാധിക്കുമോ? ഒരിക്കലും സാധിക്കത്തില്ല. ഈ വേടൻ എന്ന് പറഞ്ഞ അയാളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, അല്ലെങ്കിൽ അയാളുടെ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വേടനെ ശ്രവിക്കാൻ പോകുന്ന ആളുകളെല്ലാം ഇദ്ദേഹത്തിൻ്റെ വരി കേട്ടിട്ട് അവിടെ കുത്തിയിരിക്കുന്നതെന്നാണ് വിചാരം. അങ്ങനെയൊന്നുമല്ല. നല്ല ഒന്നാന്തരം മ്യൂസിക് സിസ്റ്റം, സൗണ്ട് സിസ്റ്റം, ലൈറ്റ്, ഇത്രയും സൗണ്ട് എഫക്ട്സും ഇത്രയും ലൈറ്റും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ അവിടെ പിടിച്ചിരിക്കും. മനസ്സിലായോ? നമ്മളൊരു DJ പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും നല്ല സൗണ്ടല്ല ഇങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു എനർജി ഫീൽ ചെയ്യത്തില്ലേ? ആ ഒരു സംഭവമുള്ളൂ ഈ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഇത് വെറും ഉണ്ടാക്കിപ്പാട്ടല്ലേ. ഞാൻ നിന്നെ കണ്ടോ, നീ എന്നെ കണ്ടോ, നീ എൻ്റെ മുത്തല്ലേ, നീ എൻ്റെ ചക്കരപ്പൊന്നല്ലേ, നീ ഇങ്ങോട്ട് വാടേ കുഞ്ഞേ. ഇപ്പം ഞാനിങ്ങനെ ചുമ്മാ പാടുമ്പോഴത്തേക്കും ഒരു രസമില്ല. കുറച്ച് BGM കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് മുഴപ്പിച്ച് നോക്കി, ആഹാ എന്താ രസം. ഒന്നും വേണ്ട, നിങ്ങൾ ആരെങ്കിലും നല്ല സൗണ്ട് സിസ്റ്റം ഉള്ളിടത്തോട്ട് പോലെ ഹലോ മൈക്ക് ചെക്കിങ് എന്ന് പറഞ്ഞു നോക്ക്. നമ്മൾ തന്നെയാണോ ഇത് പറയുന്നത്? നമുക്ക് അതിശയം തോന്നിപ്പോവും. പക്ഷേ എം ജി ശ്രീകുമാറിനെ പോലുള്ള ആളുകൾക്ക് ഇതുപോലെ വലിയ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊന്നും വേണ്ട. അവർ ജസ്റ്റ് ഒരു ചെറിയൊരു മൈക്ക് വേണമെന്നില്ല, ചുമ്മാ ഒരു മുറിക്കകത്ത് ഇരുന്നിട്ട് ചുമ്മാ ഒന്ന് പാടിയാൽ മതി. ചുമ്മാ ശ്രുതി പോലും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. എം ജി ശ്രീകുമാർ, ചിത്ര ചേച്ചി, ജാസേട്ടൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ചുമ്മാ ശ്രുതി പോലും വേണമെന്നില്ല, അവർ ചുമ്മാ ഇന്ന് പാടിക്കഴിഞ്ഞാൽ കേൾക്കാൻ തന്നെ എന്തൊരു ഫീലാണ്. അതൊക്കെ ഈ വേടനെ പോലുള്ളവരെ കൊണ്ട് സാധിക്കുമോ? ഒരിക്കലും സാധിക്കത്തില്ല. ഇതൊക്കെ ഒരു 1.5 വർഷം ഈ ബഹളം തീർന്നു കഴിയുമ്പോൾ ഇയാളെ ഒന്നും ആരും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. ഈ വിപ്ലവ ഗാനങ്ങളും ഈ ജാതിപരമായിട്ടുള്ള ഈ വരികളുമൊക്കെ എത്ര നാൾ കേട്ടുകൊണ്ടിരിക്കാനായിട്ടാണ്? ഇതൊക്കെ ചുമ്മാ നമ്മുടെ പേപ്പർ കൊണ്ട് പക്ഷീനെ ഉണ്ടാക്കുമല്ലേ, ഇങ്ങനെ മടക്കി എന്നിട്ട് ഇത് നമ്മൾ ഒറ്റ എറിയുമ്പോഴത്തേക്ക് ഇത് ഷൂ എന്ന് അതിലെല്ലാം പറഞ്ഞിട്ട് ഡിം പറഞ്ഞ് താഴോട്ട് പോകും. ഇത്ര ഉള്ളു വേടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെച്ചോ, തെറി വിളിക്കുന്നവർ തെറി വിളിച്ചോ. ഇതൊരു സത്യാവസ്ഥയാണ്. ഈ വേടനെ ഞാൻ പൂർണ്ണമായിട്ടും കുറ്റമൊന്നും പറയുന്നില്ല. അയാൾ എഴുതുന്നതൊന്നും ശരിയല്ലെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. എനിക്ക് അതിൻ്റെ പകുതി പോലും കഴിവില്ല. സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ ഈ എം ജി ശ്രീകുമാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്കൊക്കെ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. മനസ്സിലായോ? വേടൻ്റേതായിട്ടുള്ള രീതിയിൽ റാപ്പോ റൂപ്പോ ഒക്കെ ചെയ്തിട്ട് ആ വഴി പൊക്കോട്ടെ, നോ പ്രോബ്ലം. പക്ഷേ എം ജി ശ്രീകുമാർ ഒന്നുമല്ലെന്നുള്ള രീതിയിലൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് എന്തോന്നടേ ഇത്, വേടനെ അറിയത്തില്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്നാ കുഴപ്പം? വേടനെ അറിയത്തില്ലാത്ത എത്രയോ ആളുകളുണ്ട്, ഇപ്പോഴും ചോദിക്കുന്നവരുണ്ടല്ലോ, ഇദ്ദേഹം ആരാണ്, കഞ്ചാവ് കേസിൽ പിടിച്ചല്ലോ, ഇങ്ങനെ ഏത് പാട്ടാണ് പാടിയത്, നിങ്ങൾക്ക് പലരും ചോദിക്കുന്നു. അതുപോലെയാണ് എം ജി ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ. എം ജി ശ്രീകുമാറിൻ്റെ പാട്ട് ഒരെണ്ണം പോലും കേൾക്കാത്ത ഈ മലയാളികളുണ്ടോ? ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ വേടൻ ഫാൻസിന് ശരിക്കും ചൊറിയുമായിരിക്കും. ചൊറിഞ്ഞോട്ടെ, എന്നാലും ഞാൻ പറയുന്നത് സത്യാവസ്ഥ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഞാൻ ഇതുപോലുള്ള ഒരുപാട് ഗായകരെയും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലത്തെ പരിപാടിയൊന്നും അവരൊന്നും കാണിച്ചില്ല. പക്ഷേ എന്നിരുന്നാലും അവരെല്ലാം ഫീൽഡ് ഔട്ടായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അന്നും ഇന്നും എം ജി ശ്രീകുമാർ, ദാസേട്ടൻ എന്നുള്ളവർ അവരിവിടെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഇവരെക്കാളും കൂടുതൽ കഴിവുള്ളത് കൊണ്ട് തന്നെയാണ്. എല്ലാവരോടും അടിച്ച് നിന്ന് ഇവിടം വരെ വന്നത്. ഇപ്പോഴും എം ജി ശ്രീകുമാർ അന്ന് പാടിയ അതേ ശബ്ദം തന്നെയാണ് എം ജി ശ്രീകുമാറിൻ്റെ, ചിത്ര ചേച്ചിയുടെയൊക്കെ. ഒരു വ്യത്യാസവും ഇല്ല. അവരിപ്പോഴും ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. അവരെന്നൊക്കെ പറഞ്ഞാൽ ലെജൻസാണ്. അതായത് എല്ലാ തലമുറയിലും പെട്ടതും അല്ലെ എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ പാട്ടുകളും അവർ പാടിയിട്ടുണ്ട്. ഭക്തിപ്പാട്ടുകളായിട്ടാണെങ്കിലും ഈ അടിപൊളി പാട്ടുകളായിട്ടാണെങ്കിലും മെലഡി പാട്ടുകളായാലും എല്ലാവർക്കും ഉള്ള സാധനം അവരുടെ കയ്യിലുണ്ട്. ഒരു അക്ഷയ പാത്രം പോലെ അതിനകത്ത് എല്ലാ സംഭവവും ഉണ്ട്. ഈ വേടനെ സംബന്ധിച്ച് അവരൊരു നിശ്ചിത രീതിയിലുള്ള ആളുകളെ മാത്രമേ സൂചിക്കുന്നുള്ളൂ. അവർക്കും കുറച്ച് കഴിയുമ്പോൾ മടുക്കും. ഇപ്പം നമ്മളൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ വാഹനങ്ങളിൽ പോകുമ്പോഴത്തേക്കും ആദ്യം കുറച്ച് നേരം ചിലപ്പം അടിപൊളി പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോകുമായിരിക്കും. നല്ല സുഖമാണ്, അടിച്ച് പൊളിച്ച് നല്ല ബാസൊക്കെ കേട്ടങ്ങ് പോകും. കുറച്ച് കഴിയുമ്പോൾ ക്ഷീണിച്ച് ഇങ്ങോട്ട് കഴിയുമ്പം പറയും, അതെ അതൊന്ന് മാറ്റിക്കോ, നല്ലൊരു മെലഡി പാട്ടിട്ടേ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ വേടൻ്റെ പാട്ടൊക്കെ കേട്ടോണ്ട് എത്ര നാളിരിക്കാനട്ടാ ഈ ഒരേ ട്യൂണ്. കയ്യിലുള്ള ആയുധങ്ങളൊക്കെ ഏകദേശം തീരാറായി. ഇനിയിപ്പോൾ ഇല്ല, ഒരു 2 വർഷം, ഞാനീ പറഞ്ഞ പോലെ 1 വർഷം ഇതിനകം ഈ സാധനം താഴെ കിടക്കും.